ഹലോ അസ്സാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മളിന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കി. കാണുമ്പോൾ ഒന്ന് ഫുള്ളായിട്ട് കാണാനും ലൈക്കും സബ്ബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളെ കുറച്ച് ദിവസം മുമ്പത്തെ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇടാത്തതിൻ്റെ കാരണം എന്താണെന്നുള്ളതൊക്കെ ഒന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ വീട്ടിൽ അന്ന് 3-4 ദിവസം നിന്നിട്ടുണ്ടായിരുന്നു. അന്ന് പോണതിൻ്റെ മുമ്പ് എടുത്ത വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഫോണിൽ ഇങ്ങനെ നോക്കിയപ്പോൾ ചെറിയ വീഡിയോ ഒക്കെ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. കുറച്ച് വീഡിയോ ഒക്കെ ഡിലീറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്തൊക്കെ ഒരു വീട്ടിൽ നിന്ന് വന്നപ്പോൾ പിന്നെ ഒരു ഡിപ്രഷൻ പോലെ കേട്ടോ. അന്ന് ഞാൻ വീട്ടിൽ പോയി നിന്നിട്ടുള്ള ഒരു ദിവസത്തെ വീഡിയോ ഒന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് പാർക്കൊക്കെ പോയതും അവിടെ ബിരിയാണി വെച്ചതൊക്കെ ആയിട്ട് പിന്നെ ഒരു 3 ദിവസം കൂടി നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അന്നത്തെ വീഡിയോ ഒക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഓരോന്നൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ പിന്നെ ഡിലീറ്റ് ആയി പോയിക്കണം കേട്ടോ. ഫോണിൽ നിന്ന് ഇങ്ങനെ ഓരോന്നും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഡിലീറ്റ് ആക്കണ കൂടുതലൊക്കെ അങ്ങനെ പോയതാണ്. പിന്നെ അങ്ങനെ വീഡിയോ ഇടാൻ ഭയങ്കര മടിയായിട്ടോ, എടുക്കാനും മടി. ഇപ്പോൾ നല്ല ചൂടല്ലേ, കാരണം തന്നെ പണിയൊക്കെ പെട്ടെന്ന് തന്നെ അടുക്കള പണി തീർത്തുകാണ്ട് അകത്ത് പോകാൻ നോക്കൂട്ടോ. ഫാനിട്ട് നമ്മൾ ഒരു ഭാഗത്തിരിക്കുമ്പോൾ കുറച്ച് സമാധാനമാണല്ലോ. അടുക്കള പണി എടുക്കുമ്പോഴാണ് ഭയങ്കര ചൂടില്ലേ. അപ്പോൾ വീഡിയോ ഇടാത്തതിൻ്റെ മെയിനായിട്ട് കാരണം വീട്ടിൽ നിന്ന് വന്നപ്പോൾ പിന്നെ എന്തൊക്കെ ഒരു മടി കുടുങ്ങിട്ടോ. പിന്നെ നമ്മൾക്ക് 2-3 ദിവസം വീട്ടിൽ നിന്ന് വന്നാൽ പിന്നെ ഭയങ്കര ഒരു മടിയും കാര്യങ്ങളാണ് കേട്ടോ. വീട്ടിലത്തെ പണിയെടുക്കാൻ തന്നെ ഭയങ്കര മടി. എല്ലാവർക്കും അങ്ങനെ ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ, എനിക്ക് അങ്ങനെയാണ്. അപ്പോൾ അത് പോണതിൻ്റെ മുമ്പ് അതിൻ്റെ പിറ്റേ ദിവസമായിട്ട് എടുത്തൊരു വീഡിയോ ഇരുന്നു കേട്ടോ. അടിപൊളി കറിയായിരുന്നു, നല്ല മത്തി മുളക് ഇട്ടതിട്ടോ. അപ്പോൾ ഈ കറി വെക്കണ ഇതിൽ അധികം വെളിച്ചെണ്ണയിൽ ഉലുവ പൊട്ടിക്കുമല്ലോ, ആ സമയത്ത് തന്നെ കുറച്ച് പെരുംജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കറി നല്ല രുചി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുളകിടുന്ന സമയത്ത് പലരും പല രീതിയിലല്ല ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ കറീൻ്റെ ഒക്കെ നല്ലപോലെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും പിന്നെ ഇത് കാണില്ല കേട്ടോ. അപ്പോൾ കുറച്ച് വൈകി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ ഫോണിൽ എഡിറ്റ് ചെയ്യുന്ന സമയത്തൊന്നും കാണില്ല. അപ്പോൾ വീഡിയോ എടുത്തത് തന്നെ ഒന്ന് എഡിറ്റ് ചെയ്യാനും ഇടാനൊക്കെ നല്ല മടി പിടിച്ച്, എന്തൊക്കെ ഒരു മനസ്സിനൊക്കെ എന്തോ ഒരു മടി കേട്ടോ. അപ്പോൾ അതുകൊണ്ടേ അപ്പോൾ ഉപ്പേരി ഉണ്ടാക്കുന്നത് ചക്കക്കുരും പച്ചപ്പഴം ഉണ്ടല്ലോ, അതും കൂടി കട്ട് ചെയ്ത് കണ്ട് കുക്കറിൽ വെച്ച് കണ്ട് 2-3 വിസിലൊക്കെ അടുപ്പിച്ചെടുത്തേക്കുന്നത്. അപ്പോൾ അതിക്ക് കടുകൊക്കെ പൊട്ടിച്ച് കറിവേപ്പിലയും അതുപോലെ വറ്റൽമുളകൊക്കെ ഇട്ട് കണ്ട് താളിപ്പൊക്കെ ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാ പരിപാടികളും പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ചോറുന്നാണ് കേട്ടോ. അപ്പോൾ ചോറുന്നാൻ നോക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അന്ന് മോനെ ആദ്യക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മോൾക്ക് പിന്നെ ഞാൻ കഴിക്കുമ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ കാക്ക് ഇപ്പം തന്നെ വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞ് എന്നോട് കഴിക്കാൻ പറയുമ്പോൾ ഞാൻ അടുക്കളയൊക്കെ വന്നിട്ട് തന്നെ എല്ലാതും പ്ലേറ്റൊക്കെ എടുത്തുകൊണ്ട് കഴിക്കുകയാണ്. പിന്നെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ടേബിൾ മേക്ക് കറിയും കൂട്ടാനൊക്കെ കണ്ട് കൊണ്ടുവച്ചിട്ടാട്ടോ കഴിക്കുക. അപ്പോൾ നമ്മൾ ഒറ്റക്കാവുമ്പോൾ പിന്നെ അങ്ങനെയൊക്കെ മടിയാണല്ലോ അല്ലേ, ആ പാത്രങ്ങളൊന്നും കഴുകണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാനിത് കുറച്ച് ഉപ്പേരിയും കറിയും ഇതൊക്കെ എടുത്തുകൊണ്ട് ചോറ് കഴിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ അച്ചാറുണ്ടല്ലോ, ഈ ചെറിയ മാങ്ങ അച്ചാറിട്ടായിരുന്നു. അപ്പോൾ അന്ന് ഇത് അത്ര ആവശ്യം ഉണ്ടായിരുന്നില്ല, വേറെ അച്ചാറുണ്ടായ കാരണം. അപ്പോൾ ഇപ്പോൾ ഈ അച്ചാർ എടുത്ത് നോക്കുമ്പോൾ ഈ മാങ്ങ ഒക്കെ ഉണ്ട് അലിഞ്ഞിട്ട് നല്ല ഷാറേക്കണം കേട്ടോ. കണ്ണിമാങ്ങ അച്ചാറുണ്ടല്ലോ, നല്ല കണ്ണിമാങ്ങ അല്ലേനും കുറച്ച് ചിലപ്പം വെച്ചാൽ മാങ്ങ ഉണ്ടല്ലോ അത് കേട്ടോ, നല്ല സൂപ്പറായിരുന്നു. അപ്പോൾ ഈ അണ്ടി കൂടൂട്ടാതെ മാങ്ങ ഉണ്ട്, അതാണ്. അപ്പം അച്ചാറ് പഴങ്ങുമ്പോഴാട്ടോ അതിൻ്റെ ഒക്കെ രുചി അറിയുന്നത്. അപ്പം അതിൻ്റെ പിറ്റേ ദിവസത്തെ വീഡിയോ ഇട്ടത്. അപ്പം ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കലുണ്ടാകുന്നുള്ളതൊന്ന് പറയട്ടോ. അപ്പം നമുക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. എന്താ പറയുക, അതിന് പിടി എന്നൊക്കെ പറയും കേട്ടോ. പക്ഷെ എൻ്റെ മോനക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പിറ്റേ ദിവസത്തെ കറി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, ഇതുപോലെ ചീനച്ചട്ടി വെച്ച് തിളപ്പിച്ച് വെച്ചിരുന്നിട്ടോ. അപ്പോൾ മോൻ പറഞ്ഞ് എനിക്ക് ചോറൊന്നും വേണ്ട, അപ്പോൾ പിടി മതി എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാനിത് ആ പിടി ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ ഈ എന്താ പറയുക, ഈ കറി ഉണ്ടല്ലോ, കറി ബാക്കിയുള്ളത് നമ്മൾ ഒന്ന് തിളപ്പിക്കുക. അപ്പോൾ അതിലിങ്ങനെ മൈദപ്പൊടിയാണ് ഇട്ടത്. മൈദപ്പൊടിയിൽ ഉപ്പും വെള്ളം കൂടി ഒഴിച്ചിങ്ങാണ്ട് ഇങ്ങനെ കുഴച്ചെടുത്തിട്ട് അതിങ്ങനെ കൈ വെച്ചിങ്ങാണ്ട് ഇങ്ങനെ ഉരുട്ടിങ്ങാണ്ട് ആ കറിയിലിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ തിളപ്പിച്ചെടുക്കുകയായിട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ വേവും ചെയ്യണം, അപ്പോൾ കറിയൊക്കെ കണ്ട് പറ്റിയിട്ട് ഉഷാറാവും ചെയ്യണം. അപ്പോൾ ഇത് വെന്തിട്ടില്ലെങ്കിൽ നന്നാവില്ല കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ വെന്ത് കിട്ടണം. അപ്പോൾ പലരും പല രൂപത്തിലൊക്കെ ഇത് ഉണ്ടാക്കണത് കാണാം. വെളിയെന്നൊക്കെ പറഞ്ഞാൽ അരിപ്പൊടി കൊണ്ടൊക്കെ തന്നെ ഉരുട്ടിയിട്ട് അതുപോലെ കോഴിമുട്ടൊക്കെ ചേർത്ത് അങ്ങനെ ഉണ്ടാക്കും. ഇതങ്ങനെ ഒന്നുമില്ല കേട്ടോ. അത് മുളക് കറി ഉണ്ടല്ലോ, അതിങ്ങനെ തിളച്ച് വരുമ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കുക കേട്ടോ. നല്ല രസമായിട്ട് ഇതിങ്ങനെ കഴിക്കാൻ, ഇങ്ങനെ കടിച്ച് കഴിക്കുമ്പോൾ നല്ല രുചിയാണ്. പിന്നെ മോനക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞത് ഇതിങ്ങനെ ഉണ്ടാക്കി തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. ഞാൻ ആ കൈയൊന്നും ഉണ്ടാക്കിയ കഴുകിയിട്ടൊന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ മോനക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ
ഞാനും ഇങ്ങനെ ചൂട് കൊടുക്കുന്ന കുറച്ച് എടുത്ത് കഴിച്ച് നോക്കിയിട്ടോ. അപ്പോൾ നല്ല രുചി ഉണ്ടായിരുന്നു ഇങ്ങനെ കഴിക്കാൻ. അപ്പോൾ ഞാൻ എരിവും പുളിയൊക്കെ ഉള്ള മുളക് കറി ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ ഉണ്ടാക്കട്ടെ. അപ്പോൾ മൈദപ്പൊടിയൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ ഉരുട്ടിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ചോറില്ലെങ്കിലും അതുപോലെ കടിക്കൊക്കെ പകരമായിട്ട് രാവിലെ ആണെങ്കിലൊക്കെ ഉണ്ടാക്കിയെടുക്കട്ടോ. അപ്പം ഞാൻ ചില സമയത്തൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കലുണ്ട്. മക്കൾക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ കേട്ടോ, അതുകൊണ്ട് ഉണ്ടാക്കി കൊടുക്കലുണ്ട്. പിന്നെ കുറച്ച് ദോശമാവ് ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ദോശയും കൂടി ചുട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എന്താണ് ചോറ് വേണ്ട ദോശ മതി എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ രാത്രിയിൽ നമുക്ക് ഈ ചോറിനെക്കാട് നല്ല ദോശ തന്നെയല്ലേ. അപ്പം അത് വിചാരിച്ചിട്ട് ദോശയൊക്കെ ഉണ്ടാക്കി കേട്ടോ. പിന്നെ നമുക്ക് മുത്തച്ഛൻ്റെ കൂടെ നിന്ന് എൻ്റെ കുറച്ച് സാമ്പാറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കൂടെ ഈ ദോശമാവ് ഞാൻ തലേന്നത്തെ ദോശമാവ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ എടുത്തുകൊണ്ട് ദോശയും ചുട്ടെടുത്തിട്ടോ. അപ്പം നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ മുളക് കറി കൂട്ടിയിട്ട് വയ്ക്കാനും നല്ല ഇഷ്ടമായി. പിന്നെ ഈ പുളിപ്പില്ലാത്ത ദോശയാണെങ്കിൽ ഭയങ്കര ഇഷ്ടം തന്നെ കേട്ടോ എല്ലാവർക്കും. അപ്പോൾ മാവ് റെഡിയാക്കുമ്പോൾ കൈയിടലൊന്നുമില്ല, കൈയിട്ടാലൊക്കെ നന്നായിട്ട് പൊങ്ങി വരും എന്നൊക്കെ പറയും. അപ്പോൾ ഇത് നമ്മൾ വീട്ടിലേക്ക് പോയന്നത്തേന് കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് പോയിട്ട് അന്ന് ബിരിയാണി വെച്ചതും പാർക്കിൽ പോയതൊക്കെ ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാർക്കിലൊക്കെ പോയി വന്നതിന് ശേഷം കേട്ടോ നമ്മൾ ആ ബാക്കിയുള്ള ബിരിയാണിയൊക്കെ തന്നെയായിരുന്നു കേട്ടോ രാത്രി കഴിച്ചത്. അങ്ങനെ നേരം വെളുത്തിട്ടതാ എന്താ പറയുക എന്തായിരുന്നു കേട്ടോ കോഴിപ്പാട്സും ദോശയായിട്ട് ഉണ്ടാക്കിയിരുന്നത്. പിന്നെ നമുക്ക് പൂതി നല്ല ചക്ക കൂട്ടാൻ അങ്ങനെയൊക്കെയാണ് ഈ ബിരിയാണിയും ചിക്കനും എന്താ പറയുക ഇറച്ചിയൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിച്ചിട്ട്. അപ്പോൾ നമുക്ക് ചക്ക കൂട്ടാൻ പൂതിയായിട്ട് നല്ല മൂത്ത ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എളുപ്പം കൂട്ടാനൊക്കെ ഉണ്ടാക്കി, അല്ല തേങ്ങ അരച്ചിട്ടുള്ള കൂട്ടാനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അടിപൊളിയായിട്ടൊരു നല്ല പഴുത്ത ചക്കയും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പഴുത്ത ചക്ക ഇത് മാത്രമല്ല കിട്ടിയത്, ഫുള്ളായിട്ട് ചക്ക തന്നെയായിരുന്നു കേട്ടോ. അവിടെ പലതരത്തിലുള്ള ചക്കകളായിരുന്നു. അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റുള്ള ചക്ക കേട്ടോ. നല്ലൊരു കളർ, ഒരു ഓറഞ്ച് പോലത്തെ കളർ കേട്ടോ. ഫോണിൽ അത്ര കളറില്ല എന്നാണ് തോന്നുന്നത്. അത്യാവശ്യം നല്ല മധുരമുള്ള ഒരു ഐറ്റം ചക്ക കേട്ടോ. പിന്നെ നമ്മളെ എളാപ്പാൻ്റെ വീട്ടിൽ നിന്നാണിത്. അപ്പോൾ പിന്നെ കുറച്ച് അണ്ടി ഉണ്ടായിരുന്നു. അത് ഞങ്ങളിങ്ങനെ എല്ലാതും ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു തല അങ്ങനെ ചുട്ടിട്ട് അങ്ങനെ തിരഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ പൊളിച്ചിട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാ ചുട്ട് എടുത്തതൊക്കെ ഒരു കുറച്ചൊക്കെ ഇങ്ങനെ കരിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ പിന്നെ ഒഴിവാക്കി. അപ്പോൾ ഈ അണ്ടിക്ക് ഞങ്ങൾ കുറച്ച് അരിയും കൂടി വറുത്ത് പൊടിച്ച്, പിന്നെ അതുപോലെ തേങ്ങ നല്ല കൊപ്പര തേങ്ങ ഉണ്ടല്ലോ അത് പൊടിച്ചെടുത്ത്, പിന്നെ ശർക്കരയും കൂടി പൊടിച്ചിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് ഇതുപോലെ ഉരുളാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അണ്ടിപ്പുട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അണ്ടിപ്പുട്ട്. അപ്പോൾ കുറച്ച് അണ്ടി ഉണ്ടായിരുന്നതുകൊണ്ട് അത് ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ നല്ല രുചി ഉണ്ടായിരുന്നു കഴിക്കാൻ. പിന്നെ നമുക്ക് അണ്ടി കുറവാണെന്നുണ്ടെങ്കിലും അതിക്ക് ഇങ്ങനെ അരിമണിയൊക്കെ വറുത്ത് പൊടിച്ചിട്ട്, പിന്നെ അതുപോലെ കടലയാണെങ്കിലൊക്കെ ഇട്ട് കൊടുക്കട്ടെ. നിലക്കടലാണെങ്കിൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടോ. പിന്നെ നമ്മൾ ഉപ്പാക്ക് ഇങ്ങനെ പൂതി പറഞ്ഞപ്പോൾ പിന്നെ അതും കൂടി റെഡിയാക്കിട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഉണ്ടാകുമ്പോഴല്ല പിന്നെ അതിനൊക്കെ ഇങ്ങനെ മെനക്കെട്ടിരിക്കുള്ളൂ. അപ്പോൾ ഒരാളിങ്ങനെ ചുട്ടെടുത്ത് പിന്നെ എല്ലാവരും കൂടി പൊളിച്ച് ഒക്കെ ചെയ്ത് റെഡിയാക്കി. പിന്നെ നമ്മൾ വെടുക്കോർത്തതാ സപ്പോട്ട മരം, അത് അത്യാവശ്യം വലിയ മരമാണ്. അപ്പോൾ അധികം കായ്ക്കില്ല കേട്ടോ, ഇടയിലൊക്കെ ആയിട്ട് ഇങ്ങനെ കായ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കിണർ കണ്ടില്ല, ഇവിടെ ഇറങ്ങണോട് തന്നെ കേട്ടോ കിണർ ഇങ്ങനെ ഉള്ളത്. അപ്പം നല്ല വെള്ളമുണ്ട്, നല്ല വെയിലാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ വീഡിയോ എടുത്താട്ടോ. പക്ഷേ വെള്ളമൊന്നും കാണുന്നില്ല. എപ്പോഴാണ് ഞാൻ നോക്കുന്നത്, വെള്ളമൊന്നും കാണുന്നില്ല. അപ്പോൾ സൂം ചെയ്തൊക്കെ നോക്കിയെന്ന്, പക്ഷേ വെള്ളത്തുമ്പൊക്കെ എത്താതെ സൈഡിക്കാണ് കേട്ടോ ക്യാമറ പോയിട്ടുള്ളത്. പിന്നെ നമ്മളെ മുറ്റത്ത് ചെറിയൊരു മൂച്ചി ഉണ്ടായിട്ടുണ്ട്. മൂച്ചിയുണ്ട്. പൈമ ഇങ്ങനെ മാങ്ങ ഇങ്ങനെ ആദ്യമായിട്ട് കായ്ച്ചാണ്. അപ്പോൾ നല്ലൊരു അതിർപ്പെട്ട എല്ലാവർക്കും. അപ്പോൾ വേറെയും മൂച്ചകളുണ്ട്, പൈമലൊക്കെ മാങ്ങ ഉണ്ട് കേട്ടോ. പക്ഷേ ഇതിമ്മ ഉണ്ടായപ്പോൾ എല്ലാവർക്കും ഒരു അതിർപ്പം, ചെറിയ മൂച്ചയായപ്പോൾ. പിന്നെ ഇത് ഈ തത്തമ്മ ചുണ്ടൻ മാങ്ങ അങ്ങനെയൊക്കെ പറയില്ലേ, ചുണ്ടുള്ള ഒരു തരം മാങ്ങ അങ്ങനെയുണ്ടോ. അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ കായ്ച്ചത് കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ലൊരു കൊലമൊക്കെ ആയിട്ട്. അപ്പോൾ ഇങ്ങനെ എപ്പോഴും കഴിയുമ്പോൾ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പിടിക്കും. അപ്പോൾ എൻ്റെ അനിയത്തിൻ്റെ മോളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്താണ്. പിന്നെ ഞങ്ങൾ പറണ്ടി അങ്ങൊക്കെ അതിനെ പെറുക്കിയെടുത്ത് അതുകൊണ്ട് കഷ്ണമൊക്കെ മുറിച്ച് ഉപ്പിട്ട് കാണ്ടൊക്കെ അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ പിന്നെ ആരെങ്കിലും വെറുതെ നടക്കുമ്പോൾ അതൊക്കെ അല്ലേ പണി. പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നിട്ട് പിന്നെ നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നാൽ പിന്നെ മനസ്സൊക്കെ എന്തോ ഒരു ടെൻഷനാണ് കേട്ടോ. ഒരു പണി എടുത്താലും നീങ്ങൂല, വീഡിയോ എടുക്കാനും തോന്നില്ല, വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് വിടാനൊന്നും തോന്നില്ല. അതുകൊണ്ടാട്ടോ പിന്നെ കുറച്ച് ദിവസം വീഡിയോ ഒന്നും ഇടാതിരുന്നത്. അപ്പം പിന്നെ മനസ്സൊക്കെ ഇനിയൊരു ഇതായിട്ട് നമുക്ക് വീട്ടിൽ പോയി വന്നാൽ അങ്ങനെയാണ്. അപ്പോൾ
നമ്മുടെ കഥ നല്ല രസമുണ്ട് ഇതിങ്ങനെ കാണാൻ. പിന്നെ നമ്മളെ ഈ പരിസരം നമ്മൾ ജനിച്ച് വളർന്ന നാടും പരിസരമൊക്കെ കാണാൻ ഭയങ്കര രസമാണല്ലോ. പിന്നെ നമ്മളെപ്പോഴും ഇങ്ങനെ വീട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടുന്ന് പോരുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇടങ്ങേറാണ്. അത് ഇനിയിപ്പോൾ എത്ര വർഷമായിട്ടാണെങ്കിലും നമ്മളെ വീട്ടിലേക്ക് പോയിട്ട് അവിടുന്ന് പോരുമ്പോൾ ഭയങ്കര സങ്കടം തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ പോരുന്ന ദിവസമായിരുന്നു. അപ്പോൾ നമ്മൾ വൈകുന്നേരമാണ് ഇട്ടുകൊണ്ട് പോരുന്നത്. അപ്പോൾ ഇപ്പോൾ പൊറാട്ടയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചപ്പാത്തിയും പൊറാട്ടയും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കനൊക്കെ കറിയൊക്കെ വെച്ചിങ്ങാണ്ട് ഞങ്ങളെല്ലാവരും അതൊക്കെ കഴിച്ചിട്ടോ. പിന്നെ ഞങ്ങൾ വരുന്ന സമയത്ത് നല്ല പൊട്ടായിട്ട് ഞങ്ങൾ റോഡുമേ ബ്ലോക്കായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് വിഷുവായിട്ട്. അപ്പോൾ അതിന് മുമ്പ് എടുത്തിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ വീഡിയോയിൽ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവരും ഫുള്ളായിട്ട് കണ്ട് ലൈക്കും സബ്ബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.